എല്ലാവർക്കും നമസ്കാരം. ഇന്നും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെൻറ്റൻസസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്നാണ് നോക്കുന്നത്. സോ നിങ്ങളിത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തതിനെ ഒന്ന് അറിയിക്കുക. നമ്മളൊക്കെ തന്നെ ഉപവാസം എടുക്കാറുണ്ട്. ഈ ഉപവാസം എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് ഫാസ്റ്റ് എന്നാണ്. അപ്പോൾ ഞാനിന്ന് ഉപവസിക്കുകയാണ് എന്നെങ്ങനെ പറയും? ഐ ആം ഫാസ്റ്റിംഗ് ടുഡേ. ഐ ആം ഫാസ്റ്റിംഗ് ടുഡേ. ഇവിടെ ഫാസ്റ്റിംഗ് എന്നുള്ളത് ഉപവസിക്കുക എന്നുള്ള മീനിങ് ആണ്. സോ ഞാനിന്ന് ഉപവസിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഐ ആം ഫാസ്റ്റിംഗ് ടുഡേ. ഇനി ഞാനിന്ന് ഉപവാസം നോക്കുകയാണ് അല്ലെങ്കിൽ ഞാനിന്ന് ഉപവാസം അനുഷ്ഠിക്കുകയാണ് എന്ന് പറയണമെങ്കിലോ ഐ ആം ഒബ്സർവിങ് ഫാസ്റ്റ് ടുഡേ. ഐ ആം ഒബ്സർവിങ് ഫാസ്റ്റ് ടുഡേ. ഇവിടെ ഫാസ്റ്റ് എന്നുള്ളത് നൗൺ ആണ്, ഉപവാസം എന്നുള്ള മീനിങ് ആണ്. ഐ ആം ഒബ്സർവിങ് ഫാസ്റ്റ് ടുഡേ. ഒബ്സർവ് എന്ന് പറഞ്ഞാൽ ഇവിടെ അനുഷ്ഠിക്കുക എന്നുള്ള മീനിങ് ആണ്. ഇനി അടുത്ത സെൻറ്റൻസ്, നീ ആരാണെന്നാണ് നിൻ്റെ വിചാരം. ഇതെങ്ങനെ ചോദിക്കും? ഹൂ ഡു യു തിങ്ക് യു ആർ. ഹൂ ഡു യു തിങ്ക് യു ആർ. തിങ്ക് എന്ന് പറഞ്ഞാൽ വിചാരിക്കുക എന്നുള്ള മീനിങ് ആണ്. സോ ഹൂ ഡു യു തിങ്ക് യു ആർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് എന്നാണ് മീനിങ്. ഇനി അടുത്തത്, എന്താണ് നിങ്ങളെ അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വാട്ട് മെയ്ഡ് യു തിങ്ക് സോ. വാട്ട് മെയ്ഡ് യു തിങ്ക് സോ. തിങ്ക് സോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കുക എന്നാണ്. സോ വാട്ട് മെയ്ഡ് യു തിങ്ക് സോ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളെ അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് എന്നുള്ള മീനിങ് ആണ്. വാട്ട് മെയ്ഡ് യു തിങ്ക് സോ. ഇനി അടുത്തത്, നമ്മളിങ്ങനെ പറയത്തില്ലേ, അവൾ മൊബൈലിൽ മുഴുകിയിരിക്കുകയാണ്. മുഴുകുക എന്ന് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നൊരു വേർഡാണ് ഇൻഗ്രോസ്. ഇൻഗ്രോസ്. അപ്പോൾ അവൾ മൊബൈൽ ഫോണിൽ മുഴുകിയിരിക്കുകയാണ് എന്നെങ്ങനെ പറയും? ഷീ ഈസ് ഇൻഗ്രോസ്ഡ് ഇൻ ഹർ മൊബൈൽ. ഷീ ഈസ് ഇൻഗ്രോസ്ഡ് ഇൻ ഹർ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ അവളുടെ മൊബൈൽ ഫോണിൽ മുഴുകിയിരിക്കുന്നു എന്നുള്ള മീനിങ് ആണ്. ഇനി അടുത്ത സെൻറ്റൻസ്, നമ്മൾ എവിടെയെങ്കിലും പോകുവാണെന്ന് പറയുമ്പം അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിൽ കൂടുതൽ എടുക്കരുത് എന്ന് നമ്മൾ പറയത്തില്ലേ? അതെങ്ങനെയാണ് പറയുന്നത്? അരമണിക്കൂറിൽ കൂടുതൽ എടുക്കരുത് എന്ന് പറയാൻ ഡോണ്ട് ടേക്ക് ലോങ്ങർ ദാൻ ഹാഫ് ആൻ അവർ. ഡോണ്ട് ടേക്ക് ലോങ്ങർ ദാൻ ഹാഫ് ആൻ അവർ. ഡോണ്ട് ടേക്ക് ലോങ്ങർ ദാൻ എന്ന് പറഞ്ഞാൽ അധിക സമയം എടുക്കരുത് എന്നുള്ള മീനിങ് ആണ്. സോ ഡോണ്ട് ടേക്ക് ലോങ്ങർ ദാൻ ഹാഫ് ആൻ അവർ എന്ന് പറഞ്ഞാൽ അരമണിക്കൂറിൽ കൂടുതൽ എടുക്കരുത് എന്നാണ് മീനിങ്. ഇനി നമ്മൾ ഫോണിലൂടെയൊക്കെ സംസാരിക്കുമ്പം നമ്മളിങ്ങനെ പറയത്തില്ലേ, എനിക്കെല്ലാം നിന്നോട് ഫോണിലൂടെ പറയാൻ കഴിയില്ല. അതെങ്ങനെ പറയും? എനിക്ക് എല്ലാം നിന്നോട് പറയാൻ കഴിയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ കാൺ ടെൽ യു എവ്രിതിങ് എന്ന് പറയാം. ഐ കാൺ ടെൽ യു എവ്രിതിങ്. എവ്രിതിങ് എന്ന് പറഞ്ഞാൽ എല്ലാം. ഐ കാൺ ടെൽ യു എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നോട് പറയാൻ കഴിയില്ല എന്നാണ്. ഫോണിലൂടെ എന്ന് പറയാൻ ഓവർ ദ ഫോൺ എന്ന് പറയാം. സോ ഐ കാൺ ടെൽ യു എവ്രിതിങ് ഓവർ ദ ഫോൺ എന്ന് പറഞ്ഞാൽ എനിക്കെല്ലാം ഫോണിലൂടെ നിന്നോട് പറയാൻ കഴിയില്ല എന്നാണ് മീനിങ്. ഐ കാൺ ടെൽ യു എവ്രിതിങ് ഓവർ ദ ഫോൺ. പിന്നെ നമ്മൾ പറയത്തില്ലേ, ഉയർച്ച താഴ്ചകൾ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ് എന്ന് നമ്മൾ പറയത്തില്ലേ, അല്ലെങ്കിൽ ഭാഗമാണ്. അതെങ്ങനെ പറയും? ഉയർച്ച താഴ്ചകൾ എന്ന് പറയാൻ അപ്സ് ആൻഡ് ഡൗൺസ് എന്നാണ് പറയുന്നത്. അപ്സ് ആൻഡ് ഡൗൺസ്. സോ അപ്സ് ആൻഡ് ഡൗൺസ് ആർ ദ പാർട്സ് ഓഫ് എവ്രി വൺസ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഉയർച്ച താഴ്ചകൾ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്നാണ്. എവ്രി വൺസ് ലൈഫ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ. സോ അപ്സ് ആൻഡ് ഡൗൺസ് ആർ ദ പാർട്സ് ഓഫ് എവ്രി വൺസ് ലൈഫ്. ഇനി അടുത്തത്, നിങ്ങൾ എൻ്റെ ജോലി എളുപ്പമാക്കി എന്ന് പറയണം. അതെങ്ങനെ പറയും? യു മെയ്ഡ് മൈ വർക്ക് ഈസിയർ. യു മെയ്ഡ് മൈ വർക്ക് ഈസിയർ. ഈസിയർ എന്ന് പറഞ്ഞാൽ എളുപ്പം എന്നുള്ള മീനിങ് ആണ്. സോ യു മെയ്ഡ് മൈ വർക്ക് എന്ന് പറഞ്ഞാൽ നീ എൻ്റെ ജോലി എന്നാണ്. സോ നീ എൻ്റെ ജോലി എളുപ്പമാക്കി എന്ന് പറയാനാണ് യു മെയ്ഡ് മൈ വർക്ക് ഈസിയർ. പിന്നെ ഇന്ന് എന്തുകൊണ്ടായിക്കൂടാ എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ? അതെങ്ങനെ പറയും? വൈ നോട്ട് ടുഡേ. വൈ നോട്ട് ടുഡേ എന്ന് പറഞ്ഞാൽ ഇന്ന് എന്തുകൊണ്ട് ആയിക്കൂടാ എന്നാണ്. വൈ നോട്ട് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് പറ്റില്ല എന്നുള്ള മീനിങ് ആണ്. സോ ഇന്ന് എന്തുകൊണ്ട് പറ്റില്ല എന്ന് ചോദിക്കാനാണ് വൈ നോട്ട് ടുഡേ. പിന്നെ നമ്മൾ കതക് തുറക്കാനൊക്കെ പറയുമ്പം കതക് ഫുള്ള് തുറന്നിട് അല്ലെങ്കിൽ പകുതി തുറന്നിട് എന്നൊക്കെ പറയത്തില്ലേ? അതെങ്ങനെയാണ് പറയുന്നത്? കതക് ഫുള്ള് തുറന്നിടാൻ പറയാൻ നമുക്ക് കീപ് ദ ഡോർ ഫുള്ളി ഓപ്പൺ എന്ന് പറയാം. കീപ് ദ ഡോർ ഫുള്ളി ഓപ്പൺ, അതായത് കതക് ഫുള്ളായിട്ട് തുറന്നിടൂ എന്നാണ് മീനിങ്. കീപ് ദ ഡോർ ഫുള്ളി ഓപ്പൺ. ഇനി കതക് ചെറുതായിട്ടൊന്ന് തുറന്നിടൂ എന്ന് പറയണം, കുറച്ച്. സോ അതെങ്ങനെ പറയും? സ്ലൈറ്റ്ലി ഓപ്പൺ എന്ന് പറയാം. സ്ലൈറ്റ്ലി ഓപ്പൺ എന്ന് പറഞ്ഞാൽ കുറച്ച് തുറന്നിടൂ എന്നാണ് മീനിങ്. സോ കീപ് ദ ഡോർ സ്ലൈറ്റ്ലി ഓപ്പൺ എന്ന് പറഞ്ഞാൽ കതക് കുറച്ച്
ഒന്ന് തുറന്നിടൂ എന്നാണ് മീനിങ്. കീപ് ദ ഡോർ സ്ലൈറ്റ്ലി ഓപ്പൺ. ഇനി നിങ്ങൾ കടയിലൊക്കെ പോയിട്ട് ഒരേ സാധനം തന്നെ 2 എണ്ണം വാങ്ങിച്ചെന്ന് വെച്ചു. അപ്പോൾ അവർ ഇത് ഒരുമിച്ചിട്ടാൽ മതിയോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയത്തില്ലേ ഇത് വെവ്വേറെ ആയിട്ടൊന്ന് പൊതിയാമോ എന്ന് ചോദിക്കത്തില്ലേ. അപ്പോൾ അതെങ്ങനെ ചോദിക്കും? കഴിയുമെങ്കിൽ ഇതൊന്ന് വെവ്വേറെ ആയിട്ട് പൊതിയാമോ, അതെങ്ങനെ ചോദിക്കും? കഴിയുമെങ്കിൽ എന്ന് പറയാൻ ഇഫ് പോസിബിൾ എന്ന് പറയാം. സോ കുഡ് യു പ്ലീസ് റാപ്പ് ദം സെപ്പറേറ്റ്ലി ഇഫ് പോസിബിൾ. കുഡ് യു പ്ലീസ് റാപ്പ് ദം സെപ്പറേറ്റ്ലി ഇഫ് പോസിബിൾ. കുഡ് യു പ്ലീസ് റാപ്പ് ദം എന്ന് ചോദിച്ചാൽ ഒന്ന് പൊതിയാൻ കഴിയുമോ എന്നാണ്. സെപ്പറേറ്റ്ലി എന്ന് പറഞ്ഞാൽ വെവ്വേറെ ആയിട്ട്. ഇഫ് പോസിബിൾ എന്ന് പറഞ്ഞാൽ പറ്റുമെങ്കിൽ. സോ പറ്റുമെങ്കിൽ ഇത് വെവ്വേറെ ആയിട്ടൊന്ന് പൊതിയാൻ കഴിയുമോ എന്ന് ചോദിക്കാനാണ് കുഡ് യു പ്ലീസ് റാപ്പ് ദം സെപ്പറേറ്റ്ലി ഇഫ് പോസിബിൾ. ഇനി അടുത്തത് ഞാൻ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് പറയണം. അപ്പം ഉൾപ്പെടുക എന്ന് പറയാൻ നമുക്ക് ഇൻവോൾവ് എന്ന് പറയാം. ഇൻവോൾവ്. അപ്പോൾ ഐ എം നോട്ട് ഇൻവോൾവ് ഇൻ ദിസ് എന്ന് പറഞ്ഞാൽ ഞാനിതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് മീനിങ്. ഐ എം നോട്ട് ഇൻവോൾവ് ഇൻ ദിസ്. ഐ എം നോട്ട് ഇൻവോൾവ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെട്ടിട്ടില്ല എന്നാണ്. ഇൻ ദിസ് എന്ന് പറഞ്ഞാൽ ഇതിൽ. സോ ഐ എം നോട്ട് ഇൻവോൾവ് ഇൻ ദിസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ആണ് മീനിങ്. പിന്നെ ചിലരുണ്ട് നമ്മളെ ഫോൺ വിളിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ എടുത്തില്ലെന്ന് വെച്ചാൽ പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ പറയത്തില്ലേ എന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും വിളിക്കരുത്. അപ്പോൾ അതെങ്ങനെ പറയും? ഡോണ്ട് കോൾ മീ ഓവർ ആൻഡ് ഓവർ. ഡോണ്ട് കോൾ മീ ഓവർ ആൻഡ് ഓവർ. ഓവർ ആൻഡ് ഓവർ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും എന്നുള്ള മീനിങ് ആണ്. ഡോണ്ട് കോൾ മീ എന്ന് പറഞ്ഞാൽ എന്നെ വിളിക്കരുത്. സോ ഡോണ്ട് കോൾ മീ ഓവർ ആൻഡ് ഓവർ എന്ന് പറഞ്ഞാൽ എന്നെ വീണ്ടും വീണ്ടും വിളിക്കരുത് എന്നാണ്. ഇനി ഇത് തന്നെ ഡോണ്ട് കോൾ മീ എഗെയിൻ ആൻഡ് എഗെയിൻ എന്ന് പറയാം. എഗെയിൻ എന്ന് പറഞ്ഞാൽ വീണ്ടും എന്നാണ്. സോ അങ്ങനെയും പറയാം നമുക്ക്. ഡോണ്ട് കോൾ മീ എഗെയിൻ ആൻഡ് എഗെയിൻ എന്ന് പറഞ്ഞാലും എന്നെ വീണ്ടും വീണ്ടും വിളിക്കരുത് എന്നാണ് മീനിങ്. ഇനി അടുത്തത് ഞാൻ രാവിലെ മുതൽ നിന്നെ വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയണം. സോ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാസ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ING ആണ്. അപ്പോൾ ശ്രമിക്കുക എന്ന് പറയാൻ ട്രൈ ആണ്. അപ്പം ഹാവ് ബീൻ ട്രൈയിങ് എന്ന് വരും. ഐ ഹാവ് ബീൻ ട്രൈയിങ് ടു കോൾ യു സിൻസ് മോർണിംഗ്. ഐ ഹാവ് ബീൻ ട്രൈയിങ് ടു കോൾ യു സിൻസ് മോർണിംഗ്. സിൻസ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ എന്നാണ്. ഐ ഹാവ് ബീൻ ട്രൈയിങ് ടു കോൾ യു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. സോ ഐ ഹാവ് ബീൻ ട്രൈയിങ് ടു കോൾ യു സിൻസ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ മുതൽ നിന്നെ വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അർത്ഥം. ഇനി അടുത്തത് നിനക്ക് എൻ്റെ നമ്പർ എങ്ങനെ കിട്ടി എന്ന് ചോദിക്കണം. എങ്ങനെ എന്ന് ചോദിക്കാൻ ഹൗ എന്നാണ് പറയേണ്ടത്. എൻ്റെ നമ്പർ കിട്ടുക എന്നെങ്ങനെയാണ് പറയുന്നത്? ഗെറ്റ് മൈ നമ്പർ. സോ ഹൗ ഡിഡ് യു ഗെറ്റ് മൈ നമ്പർ എന്ന് ചോദിച്ചാൽ നിനക്ക് എൻ്റെ നമ്പർ എങ്ങനെ കിട്ടി എന്നാണ് മീനിങ്. ഹൗ ഡിഡ് യു ഗെറ്റ് മൈ നമ്പർ. ഇനി അടുത്തത് നമ്മൾ ഈ പയറുവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ധാന്യങ്ങളൊക്കെ വെള്ളത്തിലിട്ട് കുതിർക്കത്തില്ലേ. അപ്പം കുതിർക്കുക എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് സോക്ക് എന്നാണ്. അപ്പോൾ പയറുവർഗ്ഗങ്ങൾ 2 മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് കുതിർക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? സോക്ക് ദ പൾസസ് ഫോർ 2 hours. സോക്ക് ദ പൾസസ് ഫോർ 2 hours എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർക്കുക എന്നുള്ള മീനിങ് ആണ്. സോക്ക് ദ പൾസസ് ഫോർ 2 hours. ഇനി അടുത്തത് ഇപ്പോൾ നീ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയണം. അറിയപ്പെടുന്ന വ്യക്തി എന്ന് പറയാൻ നമുക്ക് വെൽ നോൺ പേഴ്സൺ എന്ന് പറയാം. സോ നൗ യു ആർ എ വെൽ നോൺ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നീ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് മീനിങ്. നൗ യു ആർ എ വെൽ നോൺ പേഴ്സൺ. ഇനി നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പം ആരെങ്കിലും ബഹളം ഉണ്ടാക്കി നമ്മൾ എണീക്കുവാന്ന് വെച്ചാൽ അപ്പം നീ എന്നെ ഉണർത്തി എന്ന് നമ്മൾ പറയത്തില്ലേ, അതെങ്ങനെ പറയും? യു വോക്ക് മീ അപ്പ്. യു വോക്ക് മീ അപ്പ് എന്ന് പറഞ്ഞാൽ നീ എന്നെ ഉണർത്തി എന്നാണ് മീനിങ്. വോക്കപ്പ് എന്ന് പറഞ്ഞാൽ ഉണർന്നു എന്നുള്ള മീനിങ് ആണ്. വോക്ക് മീ അപ്പ് എന്ന് പറഞ്ഞാൽ എന്നെ ഉണർത്തി എന്നാണ്. സോ യു വോക്ക് മീ അപ്പ് എന്ന് പറഞ്ഞാൽ നീ എന്നെ ഉണർത്തി എന്ന് വരും. ഇനി അടുത്തത് ഒരു സമയം ഒരു കാര്യം മാത്രം ചെയ്യുക എന്ന് പറയണം. അതെങ്ങനെ പറയും? ഡു ഓൺലി വൺ തിങ് അറ്റ് എ ടൈം. ഡു ഓൺലി വൺ തിങ് അറ്റ് എ ടൈം. വൺ തിങ് അറ്റ് എ ടൈം എന്ന് പറഞ്ഞാൽ ഒരേ സമയം ഒരു കാര്യം. സോ ഒരേ സമയം ഒരു കാര്യം മാത്രം ചെയ്യുക എന്ന് പറയാനാണ് ഡു ഓൺലി വൺ തിങ് അറ്റ് എ ടൈം. ഇനി അടുത്ത സെൻറ്റൻസ്, നിനക്ക് എങ്ങനെ ഇങ്ങനെ സ്വാർത്ഥനാകാൻ കഴിഞ്ഞു എന്ന് ചോദിക്കണം. സ്വാർത്ഥത എന്ന് പറയാൻ സെൽഫിഷ് എന്നാണ് പറയുന്നത്. അപ്പം ഹൗ കുഡ് യു ബി സോ സെൽഫിഷ് എന്ന് പറഞ്ഞാൽ നിനക്ക് എങ്ങനെ ഇത്ര സ്വാർത്ഥനാകാൻ കഴിഞ്ഞു എന്നുള്ള മീനിങ് ആണ്. ഹൗ കുഡ് യു ബി സോ സെൽഫിഷ്. ഇത്ര സ്വാർത്ഥൻ എന്ന് പറയാനാണ് സോ സെൽഫിഷ് എന്ന് പറഞ്ഞത്. കഴിഞ്ഞു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുഡ് യൂസ് ചെയ്തത്. സോ ഹൗ കുഡ് യു ബി സോ സെൽഫിഷ് എന്ന് പറഞ്ഞാൽ നിനക്ക് എങ്ങനെ ഇത്ര സ്വാർത്ഥനാകാൻ കഴിഞ്ഞു എന്നാണ് മീനിങ്. ഇനി അടുത്തത്, ഇതിൽ നിന്ന് വിട്ടുമാറി നിൽക്കുക എന്ന് പറയണം. അതെങ്ങനെ പറയും?
സ്റ്റേ ഔട്ട് ഓഫ് ദിസ്. സ്റ്റേ ഔട്ട് ഓഫ് ദിസ്. സ്റ്റേ ഔട്ട് എന്ന് പറഞ്ഞാൽ വിട്ടൊഴിഞ്ഞ് നിൽക്കുക എന്നുള്ള മീനിങ് ആണ്. ഓഫ് ദിസ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന്. സോ സ്റ്റേ ഔട്ട് ഓഫ് ദിസ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് വിട്ടുമാറി നിൽക്കുക എന്നുള്ള മീനിങ് ആണ്. ഇനി അടുത്തത്, അവൻ ഒന്നും പറയാനുള്ള അവസ്ഥയിലല്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? ഹി ഈസ് നോട്ട് ഇൻ എ കണ്ടീഷൻ ടു സേ എനിത്തിങ്. ഹി ഈസ് നോട്ട് ഇൻ എ കണ്ടീഷൻ ടു സേ എനിത്തിങ്. ഹി ഈസ് നോട്ട് ഇൻ എ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അവൻ അങ്ങനെ ഒരു അവസ്ഥയിലല്ല എന്നുള്ള മീനിങ് ആണ്. ടു സേ എനിത്തിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പറയാൻ. സോ എന്തെങ്കിലും പറയാനുള്ള ഒരു അവസ്ഥയിലല്ല എന്ന് പറയാനാണ് ഹി ഈസ് നോട്ട് ഇൻ എ കണ്ടീഷൻ ടു സേ എനിത്തിങ്. ഇനി അടുത്തത്, എത്ര മണിക്കാണ് നമ്മൾ കണ്ടുമുട്ടേണ്ടത് അല്ലെങ്കിൽ മീറ്റ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വാട്ട് ടൈം ഷുഡ് വി മീറ്റ്? വാട്ട് ടൈം ഷുഡ് വി മീറ്റ്? എത്ര മണിക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വാട്ട് ടൈം എന്ന് പറഞ്ഞത്. കണ്ടുമുട്ടേണ്ടത് എന്ന് പറയാൻ ഷുഡ് വി മീറ്റ്. വാട്ട് ടൈം ഷുഡ് വി മീറ്റ്? എത്ര മണിക്കാണ് നമ്മൾ കണ്ടുമുട്ടേണ്ടത് എന്നാണ് മീനിങ്. പിന്നെ നമ്മളിങ്ങനെ പറയത്തില്ലേ, എനിക്കിന്ന് 20 വയസ്സ് തികഞ്ഞു. ഇതെങ്ങനെയാണ് പറയുന്നത്? ഐ ടേൺഡ് 20 ടുഡേ. ഐ ടേൺഡ് 20 ടുഡേ. ഐ ടേൺഡ് 20 എന്ന് പറഞ്ഞാൽ എനിക്ക് 20 തികഞ്ഞു എന്നാണ്. ടുഡേ എന്ന് പറഞ്ഞാൽ ഇന്ന്. സോ എനിക്ക് ഇന്ന് 20 തികഞ്ഞു എന്ന് പറയാനാണ് ഐ ടേൺഡ് 20 ടുഡേ. ഇനി അടുത്തത്, നമ്മളിങ്ങനെ പറയത്തില്ലേ, ഞാനന്ന് വീട് വിട്ട് പുറത്തു പോലും പോയില്ല. അതെങ്ങനെ പറയും? ഐ ഡിഡൻറ്റ് ഈവൻ ലീവ് ദ ഹൗസ് ദാറ്റ് ഡേ. ഐ ഡിഡൻറ്റ് ഈവൻ ലീവ് ദ ഹൗസ് ദാറ്റ് ഡേ. ഐ ഡിഡൻറ്റ് ഈവൻ എന്ന് പറഞ്ഞാൽ ഞാൻ അതുപോലും ചെയ്തില്ല എന്നുള്ള അർത്ഥം വരാനാണ്. സോ ഐ ഡിഡൻറ്റ് ഈവൻ ലീവ് ദ ഹൗസ് ദാറ്റ് ഡേ എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് വീട് വിട്ട് പുറത്തു പോലും പോയില്ല എന്നുള്ള മീനിങ് ആണ്. ഇനി അടുത്തത്, നിനക്ക് എന്നോട് എന്തെങ്കിലും ശത്രുതയുണ്ടോ എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ. അതെങ്ങനെ ചോദിക്കും? ഡു യു ഹാവ് എനി എൻമിറ്റി വിത്ത് മീ? ഡു യു ഹാവ് എനി എൻമിറ്റി വിത്ത് മീ? എൻമിറ്റി എന്ന് പറഞ്ഞാൽ ശത്രുത എന്നുള്ള മീനിങ് ആണ്. ഡു യു ഹാവ് എന്ന് ചോദിച്ചാൽ നിനക്കുണ്ടോ എന്നുള്ള മീനിങ് ആണ്. സോ ഡു യു ഹാവ് എനി എൻമിറ്റി വിത്ത് മീ എന്ന് ചോദിച്ചാൽ നിനക്ക് എന്നോട് എന്തെങ്കിലും ശത്രുതയുണ്ടോ എന്നാണ് മീനിങ്. ഇനി അടുത്തത്, എനിക്ക് നിൻ്റെ സഹതാപം ആവശ്യമില്ല. അതെങ്ങനെ പറയും? ഐ ഡോണ്ട് നീഡ് യുവർ സിമ്പതി. ഐ ഡോണ്ട് നീഡ് യുവർ സിമ്പതി. സിമ്പതി എന്ന് പറഞ്ഞാൽ സഹതാപം എന്നുള്ള മീനിങ് ആണ്. ഐ ഡോണ്ട് നീഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആവശ്യമില്ല എന്നാണ്. സോ ഐ ഡോണ്ട് നീഡ് യുവർ സിമ്പതി എന്ന് പറഞ്ഞാൽ എനിക്ക് നിൻ്റെ സഹതാപം ആവശ്യമില്ല എന്നാണ്. ഇനി നമുക്കറിയാം, കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ ഫുൾ ടൈം എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരിയിട്ട് ആകപ്പാടെ അലങ്കോലമായിട്ടായിരിക്കും കിടക്കുന്നത്, അല്ലെങ്കിൽ വൃത്തികേടായിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പം നമുക്കിങ്ങനെ പറയണം, അവളുടെ വീട് എപ്പോഴും അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. അതെങ്ങനെ പറയും? ഹെർ ഹൗസ് ഈസ് ഓൾവേസ് ഇൻ എ മെസ്. ഹെർ ഹൗസ് ഈസ് ഓൾവേസ് ഇൻ എ മെസ്. ഹെർ ഹൗസ് എന്ന് പറഞ്ഞാൽ അവളുടെ വീട് എന്നാണ്. ഓൾവേസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും. ഇൻ എ മെസ് എന്ന് പറഞ്ഞാൽ അലങ്കോലമായിട്ട് അല്ലെങ്കിൽ വൃത്തികേടായിട്ട് എന്നുള്ള മീനിങ് ആണ്. സോ ഹെർ ഹൗസ് ഈസ് ഓൾവേസ് ഇൻ എ മെസ് എന്ന് പറഞ്ഞാൽ അവളുടെ വീട് എപ്പോഴും അലങ്കോലമായിട്ടാണ് കിടക്കുന്നത് എന്നാണ് മീനിങ്. ഇതേപോലെ തന്നെ ഇതെങ്ങനെ പറയും? ഇന്ന് എൻ്റെ തലമുടി ആകെപ്പാടെ വൃത്തികേടാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? മൈ ഹെയർ ഇസ് സച്ച് എ മെസ് ടുഡേ. മൈ ഹെയർ ഇസ് സച്ച് എ മെസ് ടുഡേ. മെസ് എന്ന് പറഞ്ഞാൽ അലങ്കോലം അല്ലെങ്കിൽ വൃത്തികേട് എന്നുള്ള മീനിങ് ആണ്. സോ മൈ ഹെയർ ഇസ് സച്ച് എ മെസ് ടുഡേ എന്ന് പറഞ്ഞാൽ ഇന്ന് എൻ്റെ തലമുടി ആകെ വൃത്തികേടാണ് എന്നുള്ള മീനിങ് ആണ്. പിന്നെ അടുത്തത്, ഈ ദിവസങ്ങളിൽ നീ എനിക്ക് മെസ്സേജ് പോലും അയക്കാറില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? യു ഡോണ്ട് ഈവൻ ടെക്സ്റ്റ് മീ നൗഡേയ്സ്. യു ഡോണ്ട് ഈവൻ ടെക്സ്റ്റ് മീ നൗഡേയ്സ്. ടെക്സ്റ്റ് മീ എന്ന് പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് അയക്കുക എന്നുള്ള മീനിങ് ആണ്. സോ യു ഡോണ്ട് ഈവൻ ടെക്സ്റ്റ് മീ നൗഡേയ്സ് എന്ന് പറഞ്ഞാൽ നീ എനിക്ക് ഈയിടെ ആയിട്ട് മെസ്സേജ് പോലും അയക്കാറില്ല എന്നാണ്. നൗഡേയ്സ് എന്ന് പറഞ്ഞാൽ ഈയിടെ ആയിട്ട് എന്നുള്ള മീനിങ് ആണ്. പിന്നെ ഇപ്പം ആരെങ്കിലും മൂളിപ്പാട്ട് പാടിക്കൊണ്ട് നടക്കുവാണെങ്കിൽ നമ്മൾ ചോദിക്കത്തില്ല, നീ ഏത് പാട്ടാണ് മൂളുന്നത് എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ. അതെങ്ങനെ ചോദിക്കും? വിച്ച് സോങ് ആർ യു ഹമ്മിങ്? വിച്ച് സോങ് ആർ യു ഹമ്മിങ്? ഹമ്മിങ് എന്ന് പറഞ്ഞാൽ മൂളുക എന്നുള്ള മീനിങ് ആണ്. സോ നീ ഏത് പാട്ടാണ് മൂളുന്നത് എന്ന് ചോദിക്കാനാണ് വിച്ച് സോങ് ആർ യു ഹമ്മിങ്. ഇനി അടുത്തത്, നമ്മളിങ്ങനെ പറയത്തില്ലേ, ഇനി മേലാൽ എന്നെ വിളിക്കരുത്. അതെങ്ങനെ പറയും? എന്നെ വിളിക്കരുത് എന്ന് പറയാൻ ഡോണ്ട് കോൾ മീ.
ഇനി മേലാൽ എന്ന് പറയാൻ ഹെൻസ് ഫോർത്ത് എന്ന് പറയാം. അപ്പം ഡോണ്ട് കോൾ മീ ഹെൻസ് ഫോർത്ത് എന്ന് പറഞ്ഞാൽ ഇനി മേലാൽ എന്നെ വിളിക്കരുത് എന്നാണ് മീനിങ്. ഡോണ്ട് കോൾ മീ ഹെൻസ് ഫോർത്ത്. ഇനി അടുത്തത് നീ എല്ലാം നശിപ്പിച്ചു എന്ന് പറയണം. അപ്പോൾ നമുക്കറിയാം നശിപ്പിക്കുക എന്ന് പറയാൻ പല വേർഡ്സ് യൂസ് ചെയ്യാം. സ്പോയിൽ എന്നുള്ള വേർഡും യൂസ് ചെയ്യാം. അപ്പം യു സ്പോയിൽഡ് എവറിത്തിങ് എന്ന് പറഞ്ഞാൽ നീ എല്ലാം നശിപ്പിച്ചു എന്നാണ് മീനിങ്. യു സ്പോയിൽഡ് എവറിത്തിങ്. ഇതേപോലെ തന്നെ സ്ക്രൂഡ് അപ്പ് എന്ന് പറയാം. സ്ക്രൂഡ് അപ്പ്. അപ്പം യു സ്ക്രൂഡ് അപ്പ് എന്ന് പറഞ്ഞാൽ നീ എല്ലാം നശിപ്പിച്ചു എന്നുള്ള മീനിങ് ആണ്. യു സ്ക്രൂഡ് അപ്പ്. ഇനി അടുത്തത് എനിക്ക് അവൻ ജയിക്കണമെന്നുണ്ടായിരുന്നു എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ വോണ്ടഡ് ഹിം ടു വിൻ. ഐ വോണ്ടഡ് ഹിം ടു വിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അവൻ ജയിക്കണമെന്നുണ്ടായിരുന്നു എന്നാണ് മീനിങ്. ഐ വോണ്ടഡ് ഹിം ടു വിൻ. വിൻ എന്ന് പറഞ്ഞാൽ ജയിക്കുക എന്നുള്ള മീനിങ് ആണ്. സോ ഐ വോണ്ടഡ് ഹിം ടു വിൻ എന്ന് പറഞ്ഞാൽ അവൻ ജയിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു എന്നാണ് മീനിങ്. ഇനി അടുത്തത് ഇത് ഞാൻ നിങ്ങളിൽ നിന്ന് എടുക്കില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ വിൽ നോട്ട് ടേക്ക് ഇറ്റ് ഫ്രം യു. ഐ വിൽ നോട്ട് ടേക്ക് ഇറ്റ് ഫ്രം യു. വിൽ നോട്ടിനെ ഷോർട്ടാക്കി വോണ്ട് എന്ന് പറയാം. ടേക്ക് ഇറ്റ് ഫ്രം യു എന്ന് പറഞ്ഞാൽ നിൻ്റെ കയ്യിൽ നിന്ന് എടുക്കുക എന്നാണ്. സോ നിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എടുക്കില്ല എന്ന് പറയാനാണ് ഐ വോണ്ട് ടേക്ക് ഇറ്റ് ഫ്രം യു. ഇനി എന്തെങ്കിലും കേടായി കഴിയുമ്പോൾ നമ്മൾ പറയത്തില്ലേ ഇതൊന്ന് കൊടുത്ത് നന്നാക്കിപ്പിക്കാവോ എന്ന് ചോദിക്കത്തില്ലേ? അതെങ്ങനെ ചോദിക്കും? നന്നാക്കുക എന്ന് പറയാൻ റിപ്പയർ ചെയ്യുക എന്ന് പറയാം. പക്ഷേ നമ്മൾ ഒരാളുടെ കൊടുത്ത് നന്നാക്കിപ്പിക്കുമ്പോൾ അത് ഗെറ്റ് റിപ്പയർഡ് എന്നാണ് പറയുന്നത്. സോ ഇതൊന്ന് നന്നാക്കിപ്പിക്കാവോ എന്ന് ചോദിക്കാം. വിൽ യു ഗെറ്റ് ഇറ്റ് റിപ്പയർഡ്? വിൽ യു ഗെറ്റ് ഇറ്റ് റിപ്പയർഡ് എന്ന് പറഞ്ഞാൽ ഇതൊന്ന് നന്നാക്കിപ്പിക്കാമോ എന്നുള്ള മീനിങ് ആണ്. വിൽ യു ഗെറ്റ് ഇറ്റ് റിപ്പയർഡ്. പിന്നെ നമ്മൾ പറയത്തില്ലേ ഇപ്പോൾ പുതിയ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ സമകാലിക വിവരങ്ങളൊക്കെ എന്നെ അറിയിക്കുക എന്ന് പറയാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസാണ് കീപ് മീ അപ്ഡേറ്റഡ്. കീപ് മീ അപ്ഡേറ്റഡ്. അതായത് പുതിയ കാര്യങ്ങളൊക്കെ എന്നെ അറിയിക്കുക അല്ലെങ്കിൽ എന്നോട് കൂടി പറയുക എന്നുള്ള അർത്ഥമാണ് കീപ് മീ അപ്ഡേറ്റഡ്. അതേപോലെ തന്നെ ഒരു കണ്ണ് വേണേ എന്ന് നമ്മൾ പറയത്തില്ലേ, അതായത് ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ള അർത്ഥം. അതിനെ യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസാണ് കീപ്പ് ആൻ ഐ. കീപ്പ് ആൻ ഐ എന്ന് പറഞ്ഞാൽ ഒരു കണ്ണ് വേണേ, അതായത് ഒന്ന് ശ്രദ്ധിക്കണേ എന്നുള്ള മീനിങ് ആണ്. സോ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെൻറ്റൻസസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്നാണ് നമ്മൾ കണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.